ഹായ് ഗൈസ്, ഞാനിപ്പോൾ നമ്മുടെ സുഹൃത്ത് അനീഷ് ലാൻഡ് സർവേയുടെ വീട്ടിൽ വന്നതാണ്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ അവൻ്റെ വീടൊക്കെ ഒന്ന് കാണിക്കാം. പിന്നെ മാത്രമല്ല അവൻ്റെ വൈഫും കുട്ടികളൊക്കെ ഇപ്പോൾ അവരെ വൈഫ് ഹൗസ് പോയതാണ്. ജസ്റ്റ് അവനൊന്ന് വിസിറ്റ് ചെയ്യാൻ വന്നതാണ്. പിന്നെ മാത്രമല്ല അവനോടൊരു സംശയം ചോദിക്കാനുണ്ട്. അപ്പോൾ ആ സംശയം ഈ ചാനലിലൂടെ ചിലപ്പം ചില ആളുകൾക്ക് അതൊരു ഉപകാരത്തിൽ വന്നോളും എന്നുള്ളൊരു രീതിയിലാണ് ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് വിടുന്നത്. അപ്പോൾ അനീഷല്ലേ, എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, നമ്മുടെ ഈ ഒരു ഡിജിറ്റൽ സർവേ ഉണ്ടല്ലോ, അതിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് വിശദമാക്കാം. അതായത് ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസർവേ എന്നാണ് അറിയപ്പെടാറ് ചില പറയുമ്പോൾ. അതായത് എന്താ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സർക്കാർ അതായത് നമ്മളെ പ്രൈവറ്റ് ഓണർഷിപ്പിലുള്ളതും സർക്കാർ ഓണർഷിപ്പിലുള്ളതായിട്ടുള്ള ഭൂമികൾ, അതായത് ഗവൺമെൻറ് ഭൂമികളും പ്രൈവറ്റ് ഭൂമികളും വേർതിരിച്ച് സർവേ ചെയ്ത് അതിൻ്റെ സ്കെച്ചുകൾ ഉണ്ടാക്കുക. അതായത് അതിൻ്റെ ശരിക്കുള്ളൊരു രൂപം എന്താ വെച്ചാൽ, പഴയ ഒരു രൂപം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ചെയ്തിട്ടുണ്ടായിരുന്നൊരു സംഭവമാണ്. 1921 കാലഘട്ടത്തിലൊക്കെ ഇവിടുത്തെ ഒരു ഭൂമിയുടെ ഏരിയ വിസ്തൃതി കണക്കാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ ചെയ്തൊരു സംഭവമാണ് FMB എന്ന് പറഞ്ഞൊരു സ്കെച്ച്. ഒരു പക്ഷേ വില്ലേജിൽ ഈ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ വേണമെങ്കിൽ ഓഫീസിൽ വരുമ്പോൾ കാണിച്ചു തരാം. വില്ലേജ് സ്കെച്ചാണ്. ഓരോ ഫീൽഡിനും, അതായത് ഇപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ പേരിലുള്ള ഭൂമിക്ക് ആ ഭൂമി ഒരു 230 5 എന്ന് പറഞ്ഞ ഭൂമിയാണെങ്കിൽ ആ 230 എന്ന് പറഞ്ഞ ഫീൽഡ് എൻ്റെ പരിസരത്തുള്ള ഒരു ഫീൽഡാണ്. ആ ഫീൽഡിൽ 5-ലാണ് എൻ്റെ ഭൂമി ഉണ്ടാകുക, ഉപ്പാൻ്റെ ഭൂമി ഉണ്ടാകുക. അപ്പോൾ 1-ലുള്ള ഭൂമി ഉണ്ടാവും, 2-ലുള്ള ഭൂമി ഉണ്ടാവും. അങ്ങനെ 9, 10, 15 ഫീൽഡുകൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു സ്കെച്ചാണ് FMB സ്കെച്ച്. അതുപോലത്തെ ഒരു FMB സ്കെച്ച് പോലത്തെ ഒരു സ്കെച്ച് ഇനി നമുക്ക് സർക്കാർ പുതുതായിട്ട് ഇത് ഫുള്ള് കാര്യങ്ങൾ അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ, എല്ലാവരും നികുതിയൊക്കെ അടച്ചു കഴിഞ്ഞാൽ, ആ ഒരു പഴയ കാലത്ത് ഒരു 10 ഏക്കർ ഭൂമി അല്ലെങ്കിൽ 5 ഏക്കർ ഭൂമി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പക്ഷേ 10 സെൻറ്റും 5 സെൻറ്റും ആയിട്ട് ഒരുപാട് ആളുകളുടെ പേരിലേക്ക് മാറിയിട്ടുണ്ടാവും. അന്ന് ചിലപ്പോൾ 1 ഏക്കർ 1.5 ഏക്കറൊക്കെയുള്ള വലിയ വലിയ ഏരിയകളാവും ആ ഫീൽഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിന് പകരം ഇപ്പോൾ 5 സെൻറ്റ് ഇപ്പോൾ ഒരു എൻ്റെ ഉപ്പാൻ്റെ ഭൂമി ഒരു 1.5 ഏക്കർ ഉണ്ടെങ്കിൽ അതിലിപ്പോൾ ഒരു 5 സെൻറ്റ് എൻ്റെ അമ്മാൻ്റെ പേരിലുണ്ടെങ്കിൽ ഒരു 10 സെൻറ്റ് എൻ്റെ പേരിലുണ്ട്. അതൊക്കെ ഇനി സർക്കാർ കണക്കിലേക്ക് പിന്നെ ഈ റീസർവേ കയറി പോകുമ്പോൾ ഉമ്മാൻ്റെ അതിര് വേറെ കാണിക്കും, ഉപ്പാൻ്റെ അതിര് വേറെ കാണിക്കും, നിൻ്റെ അതിര് വേറെ കാണിക്കും. ആ രീതിയിലാണ് ചെയ്തു പോവുക. അങ്ങനെ ഓരോ ആളുകളുടെയും പഴയ അതിരുകൾ മക്കൾക്കൊക്കെ വാങ്ങി തരുമ്പോൾ പുതിയ പുതിയ അതിരുകൾ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കൈവശത്തിൽ ആരൊക്കെ അതിരുകൾ എവിടേക്കാണോ ഇരിക്കുന്നത് അതിനെ കൃത്യമായിട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും അതിനെ മൊത്തം കേരളത്തിൻ്റെ മൊത്തം ഭൂവിസ്തൃതി സർക്കാർ കണക്കിൽ സർക്കാരിൻ്റെ ഭൂമികൾ ചിലവർ കൈയടക്കിയതുണ്ടാവാം, കയറി പിടിച്ചതുണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടെത്തുക. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ. പക്ഷേ ഇതിൽ ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരമുള്ള സംഭവങ്ങളും വരുന്നുണ്ട്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ഏരിയ, അപ്പോൾ ഒരാളുടെ ഭൂമിയിൽ കൂടുതലുണ്ട്, 10 സെൻറ്റുള്ള ആൾക്ക് അളന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ 10.5 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ 11 കിട്ടുന്നുണ്ട്. ഒരു പക്ഷേ ഈ 10.5 സെൻറ്റൊക്കെ സർക്കാർ ഓട്ടോമാറ്റിക് അവർക്ക് നികുതി അടച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൽ കൂടുതൽ ഭൂമി ഇപ്പോൾ 10 ആൾക്ക് അളന്ന് കഴിഞ്ഞാൽ 12 13 കിട്ടുന്നൊരു കേസ് വരികയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷേ സർക്കാർ തൊട്ടടുത്ത് ആർക്കെങ്കിലും അതിൽ പരാതി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും, ആർക്കെങ്കിലും ഭൂമി കുറവുണ്ടോ എന്ന് ചെക്ക് ചെയ്യും. ആർക്കും കുറവില്ല, തൊട്ടടുത്ത് സർക്കാർ ഭൂമികളൊന്നും ഇല്ല, ഇയാൾ ആരുടെ ഭൂമി കൈയടക്കിയതല്ല, പുഴയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവങ്ങളൊന്നും അല്ല, അങ്ങനത്തെ ഒരു ഏരിയ അല്ല, ഒരു കുറേ വീടുകളുടെ ഇടയിൽ അയാൾക്ക് ഒരു 2 സെൻറ്റ് കൂടുതലുണ്ടെങ്കിൽ ഒരു പക്ഷേ സർക്കാർ അതിന് ഒരു ചെറിയ ഫീസ് നിശ്ചയിക്കും. ഇപ്പോൾ തരം മാറ്റത്തിലൊക്കെ ചെയ്യുമ്പോൾ ഭൂമി തരം മാറ്റുന്നൊരു പ്രോസസ്സ് ഉണ്ട്. പാടം പറമ്പാക്കി മാറ്റുന്നൊരു ഓപ്ഷൻ, വീടുണ്ടാക്കാൻ പറ്റുന്ന ഭൂമികൾ, തീർത്തും കൃഷിയോഗ്യമല്ലാത്ത ഭൂമികൾ തരം മാറ്റാത്തുള്ളൊരു ഓപ്ഷൻ സർക്കാർ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു 2018 മുതൽ കൊടുത്തു. അതിന് സർക്കാർ ഒരു ഫീസ് നിശ്ചയിച്ചിട്ട് ആ ഫീസ് കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കുറേ ബിൽഡിങ്ങുകൾ അങ്ങനെ വന്നു. നമ്മുടെ നാട്ടിലൊക്കെ ബിൽഡിങ് കെട്ടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ബിൽഡിങ്ങിനുള്ള പെർമിഷൻ അങ്ങനെ കിട്ടിയത്. അതുപോലെ ഇതിനും ഒരു ഫീസ് നിശ്ചയിക്കും. അത് കെട്ടിക്കഴിഞ്ഞാൽ ആ 2 സെൻറ്റിനും കൂടെ അയാൾക്ക് ഡോക്യുമെൻ്റായി മാറും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിന് ശേഷം വരാൻ പോകുന്നുണ്ടെന്ന് പറയാം. അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ എന്തുകൊണ്ട് നല്ലൊരു സംഭവമാണ്. പക്ഷേ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ ഉപ്പമാർക്കും ഒരു ഭാര്യ ഭർത്താവ് മക്കൾ ഇവരൊക്കെ ജോയിൻ്റ് ആയിട്ടുള്ളൊരു ഭൂമിയാണ്. ആ ഭൂമി ചിലപ്പം വിചാരിക്കും എൻ്റെ ഭാര്യയല്ലേ എൻ്റെ മക്കളല്ലേ, അത് ഒരുമിച്ച് കിടന്നോട്ടെ, അതിന് അതിരും കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിക്കും. റീസർവേക്ക് വരുന്ന ടീം അഥവാ ഒരുപക്ഷെ അത് മൊത്തത്തിൽ മെഷർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ടോട്ടൽ ഭൂമി നോക്കുമ്പോൾ 1 ഏക്കർ ഉണ്ടെന്നുള്ള സമാധാനത്തിൽ നമ്മൾ കസ്റ്റമർ നിൽക്കും. പക്ഷേ അത് തെറ്റാണ്. കാരണം ഭാര്യയുടെ പേരിൽ 10 സെൻറ്റ് ഉണ്ട്, മോൻ്റെ പേരിൽ 10 സെൻറ്റ് ഉണ്ട്, ഭർത്താവിൻ്റെ പേരിലൊരു പിന്നെ 80 സെൻറ്റുമാണ്. ടോട്ടൽ അത് 1 ഏക്കർ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഇവരെ സെപ്പറേറ്റ് കാര്യങ്ങൾ ഡിമാർക്കേറ്റ് ചെയ്യാണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ അത് നികുതി അടക്കുന്ന സമയത്ത് ബുദ്ധിമുട്ട് വരും. അതിന് ഏറ്റവും നല്ലത് ഇവർ ഓരോരുത്തരുടെ ഭൂമിയും സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുക എന്നാണ് ഏറ്റവും നല്ലത്. ഇത് നല്ലൊരു, ഞാൻ പറയാൻ കാരണം ഇത് തീർച്ചയായിട്ടും നമ്മളെ ഈ വീഡിയോ ഒരുപാട് വൈകിട്ടാണ് നമ്മളിത് പറയുന്നത്. നമ്മളെ എന്താ പറയുക, നമ്മളെ സംഘടനയുടെ അസോസിയേഷൻ രീതിയിലൊക്കെയുള്ള കുറേ ബോധവൽക്കരണ വീഡിയോസൊക്കെ ഇതിന് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം നമ്മളെ പരിസരത്തൊക്കെ എപ്പോഴോ കഴിഞ്ഞു, ചെറിയമണ്ണം പഞ്ചായത്തിലൊക്കെ. തൊട്ടപ്പുറത്ത് ആരെങ്കിലുമൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അത്. ഒരിക്കലും ഒരു സർവേറെ വിളിച്ച് മാർക്ക് ചെയ്യാൻ മടിക്കരുത്. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് ഭാവിയിൽ നടക്കുന്ന ഒരുപാട് നമ്മൾ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരു അവസ്ഥ നമുക്ക് തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റുകയാണ് ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം ഈ ചോദിച്ച ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് ഇതിനാണ് ഞാൻ ഈ മറുപടി പറഞ്ഞത്. ഒരുപാട് ആളുകൾക്ക് അറിയായിരിക്കും, അതെ, അറിയാത്തവർക്ക് വേണ്ടി നമ്മൾ ഷെയർ ചെയ്യാൻ മാത്രം തീർച്ചയായിട്ടും. ഓക്കെ, ഓക്കേടാ, ഓക്കെ.